ഗൈസ്, ഇന്ന് നമ്മൾ നൈറ്റ് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതും നമ്മുടെ മറീനയിലാണ് പോകുന്നത്. ഒരു ലക്ഷറി ബോട്ടിങ്ങിനായിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളങ്ങനെ നമ്മൾ നടന്ന് സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള വ്യൂ ഒരു പിടിച്ചു ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആള് നമ്മളെ കണ്ടുപിടിക്കേണ്ടിയുണ്ട്. അതും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മൾ കയറി അതിലോട്ട് ഇരിക്കുക. നമ്മളെ കൊണ്ട് ഒറ്റ പോക്കാണ് എൻ്റെ പൊളപ്പ് പോക്ക്. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു പ്രൈവറ്റ് ബോട്ടിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഡിന്നറൊന്നുമില്ല. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ആളെ കണ്ടുപിടിക്കണേൻ്റെ ഒരു ടാസ്കിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, ഭയങ്കര വ്യൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് മേടിച്ച് ഇവിടെ താമസിക്കാമോ? എന്നാൽ എന്നും ഇതിൻ്റെ വ്യൂ എപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഭയങ്കര രസമാണ്. ത്തേക്ക് കയറിയിരിക്കുന്നു. നമ്മളെ ബോട്ട് എനിക്ക് തോന്നുന്നു ഇതാണോ എന്നൊരു ഡൗട്ടുണ്ട്, അറിയില്ല. എന്തായാലും എല്ലാം കൊണ്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമ്മളെ കൊണ്ടുപോകുന്ന പുള്ളിയാണ് ഇതോ ഫ്രണ്ടിൽ പോകുന്നത്. മൂപ്പരാണ് ക്യാപ്റ്റൻ. അതെ, ക്യാപ്റ്റൻ റോണി. ക്യാപ്റ്റൻ റോണി. ഓക്കെ, അപ്പോൾ അതെല്ലാം തോന്നുന്നു ബോട്ട് കുറച്ച് ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു. നോക്കാം. ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാണ്, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വേറെ ആൾക്കാരൊന്നുമില്ല, ഒരു പേഴ്സണലായിട്ട് മാത്രമാണ്. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കമോൺ. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു. ഇതാണ് ഡ്രൈവിംഗ് സീറ്റ്. ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് താഴേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഹായ് റിച്ചു, അടിപൊളി ഒരു കിഡ്സ് ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് ഇതൊരു തുറന്നത് വെള്ളത്തിലാണ് വീടെന്നൊന്നും അറിയില്ല. ഇത് തുറന്നപ്പോൾ ഒരു അടിപൊളി ബെഡ്റൂം. ഒരു രക്ഷയില്ലാത്തൊരു നല്ല ബെഡ്റൂമാണ് ഗൈസ്. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് ഇറങ്ങണം. ഇത് കബോർഡും കാര്യങ്ങളുമാണ്. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് വേറൊരു റൂമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തുറക്കാൻ പറ്റുന്നില്ല. തുറന്ന നേരെ വെള്ളത്തിൽ വീഴും തോന്നുന്നു. ഇതെന്താന്ന് നോക്കാം. ടി വി ഉണ്ട്, VCP ഉണ്ട്, VCR ഉണ്ട്, കബോർഡ് അടിപൊളി, സൂപ്പർ നൈസ് കബോർഡ് എല്ലാം. നല്ല തണുപ്പ്. എനിക്കോട് ഇത് ബാത്റൂം ആണോ എന്നൊരു സംശയം. എടാ ഇവിടെ നിന്ന് ഒരു അടിപൊളി ബാത്റൂമാണ്, വൺ സെറ്റപ്പ്. അപ്പം ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ട് ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിക്കുന്നു, ഐശ്വര്യമായിട്ട്. എന്തായാലും ക്യാമറ കയറൂല, ഞാൻ മാത്രമേ കയറുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ. തൊടല്ലേ എടാ, ഞാൻ ഒന്ന് മൂട്ടിക്കട്ടെ, നീ ഒന്ന് മാറ്. നെക്കുന്നില്ല. അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. നോക്കൂ, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുടെ ഭാഗ്യമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിക്കാൻ പറ്റാനാണ് എൻ്റെ ഭാഗ്യം. ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളിങ്ങനെ എന്താ പറയണം ഗൈസ്, നോക്കൂ, അവിടെ നോക്കൂ, അവിടെ ആയിരിക്കണം നമ്മൾ താമസിക്കാനുള്ള സ്ഥലം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒമ്മച്ചിയേ, എനിക്ക് വയ്യ. എടാ, ഈ ചെറുക്ക് അവിടെ നിന്ന് എത്തി നോക്കുന്ന വീടിന് പോയി തീർന്നു. അത് നല്ല താഴെയുണ്ട്. ദുബായ് എന്താണെന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. ശരിക്കും ദുബായിയുടെ ശരിക്കും ഒറിജിനൽ. എന്റെ പൊന്നും മോനെ വന്നു നോക്ക്, ഇതാണ് ദുബായ്. ഹബീബി കം ടു ദുബായ് എന്നൊക്കെ പറയണ പോലെ. അയ്യോ, ഒരു രക്ഷയില്ല മോനെ.
ഇവിടുന്ന് കാണാൻ ചാൻസ് കുറവാണ്. This is Dubai. Habibi, come to Dubai. Life is one. തണുപ്പ് സമയത്ത് ഒരുപാട് ആൾക്കാരായിരിക്കും. ഡിസംബർ നല്ല സീസൺ ആയിരിക്കും. ഹലോ. ഇതൊക്കെ വീടാണ് അവിടെ. കൂലി പാത്തിട്ട എപ്പടി ഇരിക്ക ഇതാണോടാ സ്വർഗം. പിന്നെ നമുക്ക് വേറൊരു ബെഡ്റൂം ഉണ്ട് അവിടെ. കുഴപ്പമില്ല. ഫസ്റ്റ് ഇത് ഇവിടുത്തെ ഈ കുടിസ് റൂം അടിപൊളി. തുറക്കാൻ ഭയങ്കര വൈബ്. എക്സ്പീരിയൻസ് വൈസ് പറയുകയാണെങ്കിൽ രക്ഷയില്ല. ദുബായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഇറ്റ്സ് എ ഗുഡ് വൺ. ബിക്കോസ് നമുക്ക് ദുബായ് സിറ്റി ഫുൾ ഒന്ന് കാണാൻ പറ്റും. എന്താണ് നൈറ്റ് തന്നെ വരണം. നൈറ്റ് വൈബ് എന്താണെന്ന് അറിയണമെങ്കിൽ ദുബായ് എന്താണെന്ന് അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. നമ്മൾ എന്താണ് പറയുന്നത്, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം ഭയങ്കര പോഷ് ഏരിയ. അതൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ്. ദുബായ് വരുന്ന ഓരോരുത്തരും ഈ വ്യൂ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്ര നല്ലൊരു സ്വർഗം എന്നൊക്കെ പറയില്ലേ, അത്രയും ഭയങ്കര ഭംഗിയാണ്. കാരണം ദുബായ് എന്താണെന്ന് അറിയുന്നെങ്കിൽ യാച്ച് എക്സ്പീരിയൻസും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര രസമാണ്. നിങ്ങൾ എല്ലാവരും ഇത് അനുഭവിക്കണം എന്ന് വെച്ചാൽ അങ്ങനത്തെ അനുഭവമല്ല, ഇതൊരു പ്രത്യേക ഒരു നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ആസ്വദിക്കണം. ഈ യാച്ചിന്റെ എക്സ്പീരിയൻസ് ആസ്വദിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. കൊള്ളാം, നല്ലതാണ്. ഈ ഒരു ഭംഗി എന്ന് വെച്ചാൽ പിന്നെ അതത്രയും ഭയങ്കര നമ്മൾ ഇന്ത്യയിലൊന്നും ഇത്രയും വലിയൊരു സംഭവങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊക്കെ അവിടെ വരണം. വന്നാലേ നമ്മൾ ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര രസമാണ്. That's why all are saying, Habibi, come to Dubai. അപ്പോൾ ഇന്നത്തെ യാത്ര, ഇന്നത്തെ നൈറ്റ് വ്യൂ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 10 മണിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ റൂമിലേക്ക് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ വരൂ രാജേഷ്, കമോൺ. രാജേഷ് അവിടെ കണ്ട് മതിയായില്ല എന്ന് തോന്നുന്നു. വീണ്ടും അവിടെ ചാരിയൊക്കെ നിൽക്കുന്നുണ്ട്. ദുബായ് നഗരം സൂപ്പർ കേട്ടാ, ഒരു രക്ഷയില്ല. എല്ലാവരും ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ വരണം. ദുബായ് വരുന്നവരൊക്കെ വരണം. ഇതൊക്കെയാണ് ഗൈസ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, മാക്സിമം ചൂടില്ലാത്ത സമയത്ത് വരണം. ഇപ്പം ശകലം കുറച്ച് ചൂടാണ് കൂടുതൽ. ചൂടില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞാനും വിയർത്തു. പക്ഷെ ഈ വിയർത്തതിനേക്കാളും ഉപരി നമ്മൾ കുറേ സന്തോഷം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, മാക്സിമം കുറച്ച് ക്ലൈമറ്റ് തണുത്ത സമയത്ത് വരികയാണെങ്കിൽ വെരി നൈസ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും എൻജോയ് ചെയ്തില്ല എന്നല്ല, കയറി പിടിച്ചു.